എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാഠാവലിയിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾക്ക് പാഠഭാഗങ്ങളിലെ കഥകളും കവിതകളും ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കണം. എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ ആ വീഡിയോ ഫുൾ കണ്ടു തീർക്കണം. കാരണം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എക്സാമിന് കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക. എല്ലാ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് ഒരാസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ പാഠമായ മണ്ണിൻ്റെ കിനാവുകൾ അതിലെ വരികളാണ്. അതിൽ നമുക്കറിയാം പൂക്കളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുവാനാണ്. ഇവിടെ നമ്മളൊരു ചെറിയൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ. പി മധുസൂദനൻ്റെ പ്രശസ്തമായ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. ഈ കവിതയിൽ ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായി പുഷ്പങ്ങളെ കവി കാണുന്നു. മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർപ്പൂവ്, കരിക്കുത്തിമുല്ല എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായി പറയുന്നതെങ്കിലും ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ ശോഭിക്കുന്ന ചുവന്ന പുഷ്പങ്ങളും വളരെയധികം ഭംഗിയുള്ള വാടാമലരുകളും ഭൂമിയുടെ മക്കളായി ഓരോ ദിവസവും ജനിക്കുകയാണ്. ഓക്കെ, ഇവിടെ പ്രയോഗിച്ച വാക്കുകളൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ അല്ല, എന്തൊരു നല്ല വാക്കാണ്. ആകാശത്തിൻ്റെ പരപ്പും വലുപ്പവും വൈചിത്ര്യങ്ങളും ചെറിയ ഒരു പൂവിൻ്റെ കണ്ണിൽ കാണാം. ആ പൂക്കൾ ഇരുട്ടിൽ ചിരിക്കുകയും ചൂടിൽ വാഴാതെ കരുത്തു കാട്ടിയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് പകർന്നു നൽകുന്നു. അതോടൊപ്പം പൂക്കൾ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നമുക്ക് നൽകുന്നു. ഓക്കെ, ഇപ്പം നമ്മളോട് ഒരു പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ പൂക്കളുടെ ഒരു വർണ്ണനയൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ എഴുതാവുന്നതാണ്. കാരണം ഇതിൽ പ്രയോഗിച്ച പല വാക്കുകളും നിങ്ങൾക്ക് കാണാം, വളരെ ഭംഗിയുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വർണ്ണന തയ്യാറാക്കാൻ ചോദിച്ചാലും എഴുതാവുന്നതാണ് പ്രകൃതിയെക്കുറിച്ച്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭൂമിയുടെ മക്കൾ എന്ന് പൂക്കളെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാണ് ഭൂമിയുടെ മക്കൾ എന്ന് പൂക്കളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ഭൂമി സർവം സഹിക്കുന്നവളാണ്, എല്ലാറ്റിനെയും ഉള്ളിൽ വഹിക്കുന്നവളും സുന്ദരിയുമാണ്. പൂക്കളും അങ്ങനെ തന്നെയാണ്. ഏതിരുട്ടിലും ദുഃഖത്തിലും അവർക്ക് ചിരിക്കാൻ അറിയാം. ആകാശത്തിൻ്റെ വിശാലതയും ഭംഗിയും മിഴികളിൽ നിറച്ച് എല്ലാം അറിയാനും കാണാനുമുള്ള കൗതുകത്തോടെ നിലകൊള്ളുന്നവയാണവ. നീർക്കണങ്ങൾ കൊണ്ട് മാല ചാർത്തി സുന്ദരികളായി നിൽക്കുന്നവരാണ്. എത്ര കടുത്ത വേദനകളും സഹിക്കുന്ന ഭൂമിയുടെ മക്കളാണ് പൂക്കളെന്ന് പറയുന്നത് തികച്ചും ശരിയാണ് അല്ലേ? പറയുന്നത് ശരിയല്ലേ? അതുകൊണ്ടൊക്കെയാണ്, ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഭൂമിയുടെ മക്കളെന്ന് നമ്മൾ പൂക്കളെ വിശേഷിപ്പിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പാഠഭാഗത്ത് പഠിക്കാനുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു കവിതാ ഭാഗം കൊടുത്തിട്ടുണ്ട്. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്നു വെച്ചു മുറികൾ, കെട്ടി വെട്ടേറ്റ കാടുകൾ, കാലവർഷമേ നന്ദി. ഇത് പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിതാഭാഗത്തിൽ നിന്ന് എടുത്തതാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുകയാണ്. വായിച്ചല്ലോ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ആ മാറ്റങ്ങളെക്കുറിച്ചൊരു വർണ്ണന തയ്യാറാക്കൂ. അപ്പം വേനൽ ചൂടിനൊക്കെ ശേഷം ഒരു മഴ പെയ്യാണ്. മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു അത് നമ്മൾ വർണ്ണിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വർണ്ണനയിൽ നേരത്തെ നമ്മൾ ആസ്വാദനക്കുറിപ്പും പറഞ്ഞല്ലോ, അതിലും വർണ്ണനയിലും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് തലക്കെട്ട് വേണം കേട്ടോ. ഒരു ശീർഷകം വേണം. നേരത്തെ പറയാൻ വിട്ടുപോയി. ആസ്വാദനക്കുറിപ്പിലായാലും നമ്മുടെ വർണ്ണനയിലായാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു നല്ല തലക്കെട്ട് കൊടുക്കണം. ആദ്യമായി മഴ പെയ്തപ്പോൾ, അതാണ് ഇവിടെ തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള ദിവസങ്ങൾക്ക് ശേഷം
ഒരു മഴ പെയ്തത് എനിക്ക് വളരെയേറെ സന്തോഷം നൽകി. വീടിൻ്റെ വരാന്തയിലിരുന്ന് ഞാൻ മഴ കണ്ടു. 4 മണിക്കാണ് മഴ പെയ്തത്. ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെടികൾക്കും മരങ്ങൾക്കും വളരെയേറെ സന്തോഷമായി. അവ ധാരാളം വെള്ളം കുടിച്ചതായി കണ്ടു. പൊടിമണ്ണ് വെള്ളത്തിൽ ഒഴുകിപ്പോയി. ചെറിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടു. അണ്ണാൻ മരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വലുതും ചെറുതുമായ പക്ഷികൾ പറക്കുന്നു. രാത്രിയിൽ തവളകൾ കരയുന്ന ശബ്ദം കേട്ടു. വെള്ളം ഒഴുകിപ്പോയ പാടുകൾ വീടിന് ചുറ്റും കാണാൻ കഴിഞ്ഞു. അതായത് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന പാടുകൾ വീടിന് ചുറ്റും കാണാൻ കഴിഞ്ഞു. ഉണങ്ങിക്കരിഞ്ഞ പുൽക്കൂട്ടത്തിൽ നിന്നും പച്ച പുൽനാമ്പുകൾ തല നീട്ടുന്നത് കണ്ടു. ഒറ്റയ്ക്കും കൂട്ടായി. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളിവിടെ തയ്യാറാക്കിയ വർണ്ണന. വർണ്ണന തയ്യാറാക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ഇപ്പം നമുക്ക് തന്നെ ആ ഒരു മഴ പെയ്തൊരു ഫീല് കിട്ടിയില്ല. നമ്മളത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ചെറിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുക, അതുപോലെ തന്നെ പുൽനാമ്പുകൾ വളരുക, തവളകൾ കരയുന്ന ശബ്ദം അല്ലേ, അതൊക്കെ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. മഴ പെയ്താലുണ്ടാവുന്ന പ്രകൃതിയിലുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഒന്നും കൂടി വായിച്ചു നോക്കുക കേട്ടോ. ഇനി 4ാമത്തെ ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഏതു സന്ദർഭത്തിൽ? ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായതെന്തെല്ലാം എഴുതി നോക്കൂ. ഇത് നമ്മുടെ ഡേസി ചെടി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. അതിൽ നമ്മുടെ വാനമ്പാടി ഉണ്ടല്ലോ, വാനമ്പാടി പറയുന്ന വാക്കുകളാണ്. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ ഒരു വൻമരമാണ്, നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. വാനമ്പാടി ഡേസി ചെടിയോട് പറയുന്നൊരു ഡയലോഗാണ്. നമുക്ക് നോക്കാം. വാനമ്പാടിയാണ് ഇങ്ങനെ പറഞ്ഞത്. വാനമ്പാടിയെ ഒരാൾ പിടിച്ച് കൂട്ടിലാക്കി. 2 ആൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡേസിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടി എടുത്ത് പുൽത്തകിടിയോടൊപ്പം കിളിയുടെ കൂട്ടിലെത്തിച്ചു. ആ പുൽനാമ്പ് കിളിക്ക് ഒരു വലിയ മരം പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. കിളിക്ക് മരങ്ങളും ചെടികളും പുല്ലുകളുമായാണ് പരിചയം. കൂട്ടിലകപ്പെട്ട കിളി വളരെയധികം ദുഃഖത്തിലാണ്. അതിന് സമാധാനം നൽകുന്നതാണ് പുൽനാമ്പും പൂവും. പൂവിൻ്റെ ഇതളുകൾ ഓരോ പൂവായും അനുഭവപ്പെട്ടു. വാനമ്പാടിക്ക് ലഭിച്ച ആശ്വാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വാനമ്പാടിക്ക് ലഭിച്ച ആശ്വാസത്തെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും എഴുതാൻ, ഇത്രയും സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഈ വാനമ്പാടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഏത് സന്ദർഭത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാനമ്പാടി അടയ്ക്കപ്പെട്ട സന്ദർഭത്തിലാണ്. അതുപോലെ തന്നെ ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാനമ്പാടിക്ക് ലഭിച്ച ആശ്വാസത്തെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ 4 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഒതുക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടി വർണ്ണിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറച്ചും കൂടി ലഭിക്കും. ഓക്കെ, അപ്പോൾ 4 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചാക്കി എഴുതിയിട്ടുണ്ട് 2 മാർക്കേ കിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായും ലഭിക്കും. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് അല്ലേ. ആ കവിതാ ഭാഗം വായിച്ചവർക്കറിയാം. അതിൽ പ്രകൃതിയുടെ സൗന്ദര്യം വളരെ മനോഹരമായിട്ടാണ് കവി പറയുന്നത്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേസി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങളും അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസമാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഉപന്യാസത്തിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ച 3 പാഠങ്ങളുണ്ട്. മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡേസി ചെടി. ഇതിലെല്ലാം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഡേസി ചെടിയിൽ പറയുന്നത് സ്നേഹത്തിൻ്റെ മനോഹാരിതയാണ്. ഇതെല്ലാം വെച്ചിട്ട് ഇതിലെ ആശയങ്ങളെല്ലാം നമ്മൾ താരതമ്യപ്പെടുത്തിയൊക്കെ ഒരു ലഘു ഉപന്യാസമാണ് തയ്യാറാക്കേണ്ടത്. ലഘു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രകൃതി പാഠങ്ങളെക്കുറിച്ചൊരു ലഘു ഉപന്യാസമാണ് നമ്മുടെ ചോദ്യത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ലഘു ഉപന്യാസം എന്ന് തന്നെ ഹെഡിങ്, ലഘു ഉപന്യാസം എന്നല്ല പ്രകൃതി പാഠങ്ങൾ എന്ന് നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇതിന് നിങ്ങളൊരു നല്ല തലക്കെട്ട് കൊടുത്തിരിക്കണം. ഇതിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. പ്രകൃതി പാഠങ്ങളാണ് നമ്മുടെ തലക്കെട്ട്. ശേഷം എഴുതുക
മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ്. എല്ലാ ജീവികൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും പ്രകൃതിയാകുന്ന അമ്മയാണ് നൽകുന്നത് അല്ലേ. നമ്മുടെ മനുഷ്യരുടെ ഒക്കെ നിലനിൽപ്പിന് നമ്മൾ ആശ്രയിക്കുന്നവരാണ് പ്രകൃതി എന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്ക് ഭക്ഷണം വെള്ളം പ്രകൃതിയാണ് നൽകുന്നത്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പുഷ്പങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. പൂക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പുഷ്പങ്ങൾ മണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം മണ്ണിൻ്റെ ഓമൽ കിനാക്കളും ജീവൻ്റെ പ്രതീക്ഷകളുമാണ്. പൂക്കൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഓമൽ കിനാക്കളും ജീവൻ്റെ പ്രതീക്ഷകളുമാണ്. ആ ഒരു വാക്യങ്ങൾ ഓർത്ത് വെക്കാട്ടോ. ഓമൽ കിനാക്കൾ, അതുപോലെ തന്നെ ജീവൻ്റെ പ്രതീക്ഷ. വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് മഴ കടന്നു വരുന്നു. മരങ്ങളിൽ, ഇലകളിൽ, മണ്ണിൽ, പുഴയിൽ, ജീവികളിൽ സന്തോഷം പകരുന്ന മഴ. പ്രകൃതിയിലുള്ള ഐക്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് നിന്ന് മഴ ആസ്വദിക്കുകയാണ്. അതാണ് നമ്മൾ കാട്ടിലെ മഴ എന്ന് പറയുന്ന പാഠത്തിലൂടെ പരിചയപ്പെട്ടത്. പരസ്പര സ്നേഹത്തിൻ്റെ ആഴം ഡേയ്സി ചെടി എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയും. ഇക്കാര്യം കഥാകൃത്ത് ഭംഗിയായി ചിത്രീകരിക്കുന്നു. സൂര്യൻ പ്രകാശം ചൊരിഞ്ഞും കാറ്റ് ഉമ്മ നൽകിയും ഡേയ്സി ചെടിയെ താലോലിക്കുന്നു, വളർത്തുന്നു. നിറവും വലുപ്പവുമുള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽ വരാതെ ആ ചെടി വേലിക്കരികിൽ ഒതുങ്ങി നിൽക്കുന്നു. വലിയവരെ മാത്രമല്ല, ചെറുതിനെ പോലും പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് മരിക്കുന്ന വാനമ്പാടിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ ഡേയ്സി ചെടിക്ക് കഴിയുന്നുമുണ്ട്. ഇതാണ് ഡേയ്സി ചെടി എന്ന പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് കൂട്ടിക്കല്ല. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠത്തിൻ്റെ ആ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് എഴുതി അല്ലേ. ആദ്യത്തെ പാരഗ്രാഫിൽ അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ചെറിയ പാരഗ്രാഫിൽ നമ്മൾ കാട്ടിലെ മഴയിലെ കാര്യങ്ങളെക്കുറിച്ച് എഴുതി. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എഴുതി. അതിലെ ആശയം നമ്മൾ എഴുതി. പിന്നെ മൂന്നാമത്തേതിൽ നമ്മൾ ഡേയ്സി ചെടി എന്നുള്ള പാഠത്തിലെ ആശയങ്ങൾ എഴുതി. ഇനി നമ്മളിത് മൂന്നൊന്ന് കൂട്ടിക്കലർത്തിയിട്ടാണ് നാലാമത്തെ പാരഗ്രാഫ് എഴുതാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പാഠങ്ങളാണ് പ്രകൃതി നമുക്ക് പകർന്ന് നൽകുന്നത്. ചെറുപ്പ വ്യത്യാസം പ്രകൃതിയാകുന്ന അമ്മയ്ക്കില്ല. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഇല്ലാതായതിനു ശേഷം വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഇല്ലാതായതിനു ശേഷം നമ്മൾ വിലപിച്ചിട്ട്, അതായത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നഷ്ടമാകാതിരിക്കാനുള്ള മുൻകരുതലുകളും പ്രവർത്തനങ്ങളുമാണ് പ്രധാനം. അത് നമ്മുടെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളൊന്നും നഷ്ടപ്പെടാതെ അതിനെ പ്രതിരോധിക്കണം നമ്മൾ. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള നടപടികളും മുൻകരുതലുകളും നമ്മൾ എടുത്തിരിക്കണം. ഇതാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഒറ്റതിൽ തന്നെ ഒരു വലിയ പാരഗ്രാഫാക്കി എഴുതരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ എഴുതിയതുപോലെ ഉണ്ടാകും. പക്ഷെ വൃത്തി എപ്പോഴും ഇതുപോലെ ഇങ്ങനെ പാരഗ്രാഫ് ആക്കി എഴുതുന്നതാണ്. ആദ്യം കുറച്ച് എഴുതൊരു 6 സെൻറ്റൻസൊക്കെ അല്ല 5 സെൻറ്റൻസൊക്കെ ആദ്യം ഒരുമിച്ച് എഴുതിയ ശേഷം ഒരു വരി വിട്ടിട്ട് വേണം അടുത്തത് എഴുതാൻ. ഓക്കെ, അത് കുറച്ചും കൂടി വൃത്തിയാണ്. അങ്ങനെയാണ് നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. പിന്നെ എന്തായാലും ഒരു പേജൊക്കെ വേണം കേട്ടോ. 1.25 പേജെങ്കിലും വേണം. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. ആശയം വിശദമാക്കുക. കാട്ടിൽ കന്നിമഴ എന്ന് പറഞ്ഞാൽ ആദ്യം പെയ്യുന്ന മഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. വരണ്ടുണങ്ങിയ പുഴയ്ക്കും പച്ചപ്പ് നഷ്ടപ്പെട്ട കുന്നുകൾക്കും വിളർച്ച ബാധിച്ച വൃക്ഷാദികൾക്കും ആദ്യത്തെ വേനൽ മഴ നൽകിയത് പുതിയ ഉന്മേഷമാണ്. വരണ്ടുണങ്ങിയ പുഴ, വെള്ളമൊന്നുമില്ല പുഴയിൽ, അങ്ങനെ വരണ്ടുണങ്ങിയ പുഴക്കും കുന്നുകൾക്ക്, പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ട കുന്നുകൾക്കും പിന്നെ വിളർച്ച ബാധിച്ച മരങ്ങൾക്കും ചെടികൾക്കും എല്ലാം ആദ്യത്തെ വേനൽ മഴ നൽകിയത് ഒരു ഉന്മേഷമാണ്, അല്ല ഒരു എനർജിയാണ്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. പുഴയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാവുകയാണ്. കരിഞ്ഞുണങ്ങിയ കുന്നിൻ പുറകളിൽ പുൽനാമ്പു കിളർക്കുന്നു. അതായത് കരിഞ്ഞുണങ്ങിയ നമ്മളെ മലകളിലൊക്കെ എന്ത് വരികയാണ്, ചെറിയ ചെറിയ ചെടികൾ പോലെയുള്ള പുൽനാമ്പുകൾ വരികയാണ്. മരങ്ങൾ പച്ചപ്പണിയുന്നു. പച്ച തളിരിൻ്റെ ചോപ്പാകുന്നു. എവിടെയും ആഹ്ലാദവും ആവേശവും മാത്രം. ഇതൊക്കെയാണ് കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അർത്ഥമാക്കുന്നത്.
ഓക്കെയാണ്. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്? ഡെയ്സി ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണങ്ങൾ കണ്ടെത്തുക. ഡെയ്സി ചെടി പാഠത്തിൽ പറയുന്നുണ്ട് ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഡെയ്സി ചെടി ഇങ്ങനെ പറഞ്ഞത്? ഓക്കെ, ഇതിനുണ്ടായ ഡെയ്സി ചെടി ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. പൂന്തോട്ടത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഡെയ്സി ചെടി നിന്നിരുന്നത്. ഓക്കെ, ഡെയ്സി ചെടി നിങ്ങൾ പാഠഭാഗം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആ ഒരു പൂന്തോട്ടത്തിൽ ഡെയ്സി ചെടി ഉണ്ടായിരുന്ന പൂന്തോട്ടത്തിൽ മറ്റു വലിയ വലിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഡെയ്സി ചെടി അതിലൊരു ചെറിയ പൂ മാത്രമാണ്, ഒരു ചെറിയ പൂവ്. ആരും അധികം ശ്രദ്ധിക്കലൊന്നുമില്ല ഡെയ്സി ചെടിയെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, പൂന്തോട്ടത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഡെയ്സി ചെടി നിന്നിരുന്നത്. എന്നാൽ അതിന് നല്ല സൂര്യപ്രകാശം കിട്ടിയിരുന്നു. അങ്ങനെ അത് നന്നായി വളർന്നു വന്നു. മനോഹരമായ ഒരു പൂവും അതിൽ വിരിഞ്ഞു. തന്നെ ആരും കാണാത്തതിൽ ഡെയ്സി സങ്കടപ്പെട്ടില്ല. പകരം സൂര്യനെ നോക്കി പുഞ്ചിരിച്ചും കിളികളുടെ സംഗീതം ആസ്വദിച്ചും നിന്നു. പൂവ് വിചാരിച്ചു, തനിക്ക് എല്ലാം കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ തൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് തനിക്ക് ഉമ്മ തരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ താൻ വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് ചിന്തിച്ച ഡെയ്സി ചെടി സംതൃപ്തിയോടെ നിന്നു. ഓക്കെ, നമുക്ക് പലപ്പോഴും ഉണ്ടാവും എന്താണ്, നമുക്കത് കിട്ടിയില്ലല്ലോ, അല്ലേ, എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് നേടാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ കിട്ടിയതിൽ എന്ത് ചെയ്യണം? സംതൃപ്തരാവണം, അല്ലേ. എനിക്കിതെങ്കിലും കിട്ടിയില്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കണം, അല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതാണ് ഇവിടെ ഡെയ്സി ചെടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ. ഡെയ്സി ചെടി ആ ഒരു പൂന്തോട്ടത്തിൽ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ മറ്റുള്ള പൂവുകളിലാണെങ്കിലോ ഒരുപാട് പേര് വരികയും പൂവിലെ തേൻ കുടിക്കുകയും അങ്ങനെ എന്താ പറയുക, മറ്റുള്ളവരെയൊക്കെ പൂന്തോട്ടത്തിൽ പുറത്തുനിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക മറ്റു പൂക്കളെയായിരുന്നു. ഡെയ്സി ചെടി ആരും ശ്രദ്ധിക്കാറില്ല, ഒരു ഭാഗത്തുണ്ടാവുന്നൊരു പൂവാണ്. പക്ഷേ ഡെയ്സി ചെടിയെ സൂര്യൻ ശ്രദ്ധിച്ചു എന്നാണ് ഡെയ്സി ചെടി പറയുന്നത്. കാറ്റ് തനിക്ക് ഉമ്മ തരുന്നു എന്നും കൂടി ഡെയ്സി ചെടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയ്സി ചെടിയിൽ ഒരു പൂവുണ്ടാവുകയും അതെല്ലാം കൊണ്ട് തന്നെ ഡെയ്സി ചെടി വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് ഡെയ്സി ചെടി സ്വയം ചിന്തിക്കുകയാണ്. എന്നിട്ട് അതിൽ സംതൃപ്തി കണ്ടെത്തുകയാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. സാധാരണക്കാർക്ക് ഭാഷയിൽ മനസ്സിലാകുന്ന കവിതകൾ എഴുതി ജനകീയനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്മൾ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവുന്ന തരത്തിലുള്ള കവിതകൾ എഴുതി ജനകീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. പല കവിതകളും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലാവും. ചിലതൊന്നും നമുക്ക് ഒറ്റ തവണ വായിച്ചാൽ തന്നെ മനസ്സിലാവില്ല, അല്ലേ. ചിലത് 2-3 തവണ വായിച്ചാൽ പോലും മനസ്സിലാവാത്ത കവിതകളുണ്ടാവും. വായുവില്ലാത്ത ലോകം എന്ന കവിതയും നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റ് കവിതകളും അടിസ്ഥാനമാക്കി കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളുടെ പ്രത്യേകതകളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾക്ക് നമുക്കറിയാം ഒരു പ്രത്യേകത ഉണ്ട്, അല്ലേ. എല്ലാം ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ പാഠഭാഗത്ത് വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗത്ത് പഠിച്ച കവിതയും അതോടൊപ്പം നമ്മൾ വേറെ ഏതെങ്കിലും കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളുടെ പ്രത്യേകതകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കവിതകളുടെ പ്രത്യേകതയെക്കുറിച്ച് അടിസ്ഥാനമാക്കിയൊരു കുറിപ്പ് നമുക്ക് നോക്കാം. കവി എന്ന നിലയിൽ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ച പ്രതിഭയാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനകീയ കവിയായ നമ്പ്യാരുടെ കൃതികൾ സാധാരണക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഫലിത പരിഹാസങ്ങളിലൂടെ സാമൂഹിക പരിഷ്കരണമായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചത്. നമ്പ്യാർ കവിതകൾ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മനോഹരമായ വർണ്ണനകൾ നിറഞ്ഞ കാവ്യഭംഗി തുളുമ്പുന്നവയാണ് അവയെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. പുരാണ കഥകളാണ് വിഷയമെങ്കിലും കേരളീയ പശ്ചാത്തലത്തിലാണ് അതെല്ലാം അദ്ദേഹം തൻ്റെ കവിതകളിൽ അവതരിപ്പിച്ചത്. കവിത്വ ശക്തി വേണ്ടുവോളം ലഭിച്ച ഒരു അനുഗ്രഹീത പ്രതിഭ തന്നെയാണ് നമ്പ്യാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ കാലത്തെ അതിജീവിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫലിത പരിഹാസ രൂപേണയാണ് അദ്ദേഹം എഴുതുന്നത്, അല്ലേ. ഇതെന്തിനാണ് അദ്ദേഹം എഴുതുന്നത്? സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതുന്നത്. ഇപ്പോഴും കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്, അതിജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിജീവിക്കുന്നത്? അദ്ദേഹം പുരാണ കഥകളാണ് വിഷയമാക്കുന്നത്, പണ്ടുള്ള കഥകളാണ് വിഷയമാക്കിയതെങ്കിലും കേരളീയ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും. കവിത്വശക്തി വേണ്ടുവോളം ലഭിച്ചൊരു അനുഗ്രഹീതനായ കവിയാണ്
കുഞ്ചൻ നമ്പ്യാർ. ഇക്കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊരു ചോദ്യം ഉറപ്പാണ്. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. എത്രയും വിസ്മയം. കവിക്ക് അതിശയമുണ്ടായ കാര്യങ്ങൾ എന്തെല്ലാം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വായുവില്ലാത്ത ലോകം എന്നതിലെ ഒരു ഡയലോഗാണ് എത്രയും വിസ്മയം എന്നുള്ളത്. കവി അങ്ങനെ അതിശയപ്പെട്ടുകൊണ്ട് പറയുകയാണ് എത്രയും വിസ്മയം. എന്തുകൊണ്ടാണ് കവി അങ്ങനെ അതിശയപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. വായു ഇല്ലാതായതോടെ ജനങ്ങളുടെ അവസ്ഥ കണ്ടാണ് കവിക്ക് വിസ്മയമുണ്ടായത്. വായു ഇല്ലാതായതോടെ ജനങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണ് കവിക്ക് വിസ്മയമുണ്ടായത്. മുണ്ടുടുക്കുന്നവർ അങ്ങനെ നിൽക്കുന്നു. വായുവില്ലാതായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളെല്ലാം നിശ്ചലരായി അല്ലേ? നമ്മളെല്ലാം സ്റ്റാച്യു പോലെയായി. ചോറുണ്ണുന്നവൻ വായം പിളർന്നിരിക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിൽ മദ്ദളം ഇട്ട് നിൽക്കുന്നു. കൊമ്പ് വിളിക്കുന്നവൻ കുഴൽ വായിൽ വെച്ച് നിൽക്കുന്നു. എണ്ണ തേക്കുന്നവൻ തേച്ചു നിൽക്കുന്നു. പാട്ടുപാടുന്നവൻ ചെവിയിൽ കയ്യും വെച്ചിരിക്കുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവൻ അങ്ങനെ കിടക്കുന്നു. ഇതെല്ലാം കണ്ട് കവി അതിശയിക്കുന്നു. വായുവില്ലാതായുള്ള അവസ്ഥയാണ് പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ അങ്ങനെ സ്റ്റെക്കായി പോകും. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ കവിക്ക് അതിശയമായിട്ടുള്ളത്. ഇനി നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മുത്തച്ഛൻ്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ക്ഷ പിടിക്കുക എന്ന പ്രയോഗത്തിൻ്റെ ഭംഗി വെളിവാക്കി ലഘു കുറിപ്പെഴുതുക. അതായത് അത് കടങ്കഥ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. മുത്തച്ഛൻ്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ക്ഷ പിടിക്കുക എന്ന പ്രയോഗത്തിൻ്റെ ഭംഗി നമ്മളോട് വെളിവാക്കി ഒരു ലഘു കുറിപ്പ് എഴുതാനാണ് ക്ഷ പിടിക്കുക എന്ന പ്രയോഗം. ആ പ്രയോഗത്തിൻ്റെ ആശയം എന്താണ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതാണ് നമ്മൾ എഴുതേണ്ടത്. മുത്തച്ഛൻ അവസാനം പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം കേട്ടാണ് കുട്ടികൾക്ക് ക്ഷ പിടിച്ചത്. ഓക്കെ, അവർ കടങ്കഥ, മുത്തച്ഛനും കുട്ടികളും കടങ്കഥ ചോദിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മുത്തച്ഛൻ അവസാനം പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം കേട്ടാണ് കുട്ടികൾക്ക് ക്ഷ പിടിച്ചത്. തലയില്ലാത്തവൻ ചെവിയാട്ടി തല ഇല്ലാത്തവൻ ചെവിയാട്ടി കടങ്കഥയുടെ ഉത്തരം എന്താണെന്ന് മുത്തച്ഛൻ ചോദിച്ചത്. മുത്തച്ഛൻ ചോദിച്ച ചോദ്യമാണ് തലയില്ലാത്തവൻ ചെവിയാട്ടി. ഉത്തരം പറ എന്ന് പല പ്രാവശ്യം കുട്ടികളോട് മുത്തച്ഛൻ തന്നെ പറയുക എന്ന അർത്ഥത്തിൽ പറഞ്ഞു. മനസ്സിലായോ? മുത്തച്ഛൻ ഒരു ചോദ്യം കുട്ടികളോട് ചോദിച്ചു. എന്നിട്ട് മുത്തച്ഛൻ പറഞ്ഞു കുട്ടികളോട് ഉത്തരം പറന്ന്. അപ്പം നമ്മൾ പറയാറില്ലേ, എടാ പറ ഒന്ന്, എടാ അതിൻ്റെ ഉത്തരം ഒന്ന് പറയടാ, അങ്ങനെ പറയല്ല. അതുപോലെ മുത്തശ്ശന് കുട്ടികളോട് പറയാണ് ഉത്തരം പറയുക എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഉത്തരം പറ എന്നാണ്, അളവ് ഉപകരണം. മുത്തച്ഛൻ പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അളവ് ഉപകരണമാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരവ് എന്തായിരുന്നു? പറ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഉത്തരം പറഞ്ഞത് കേട്ടപ്പോൾ അവർ സന്തോഷിച്ചു, കുട്ടികൾ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. സന്തോഷത്തിൻ്റെ ഉയർന്ന അവസ്ഥയ്ക്കാണ് ക്ഷ പിടിക്കുക എന്ന് പറയുന്നത്. സന്തോഷത്തിൻ്റെ ഉയർന്ന അവസ്ഥയ്ക്കാണ് ക്ഷ പിടിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. മുത്തച്ഛൻ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു, തലയില്ലാത്തവൻ ചെവിയാട്ടി. എന്നിട്ട് മുത്തച്ഛൻ കുട്ടികളോട് പറയാണ് നിങ്ങൾ ഇതിന് ഉത്തരം പറ. അങ്ങനെ പറ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പറയുക എന്നുള്ള അർത്ഥത്തിലാട്ടോ മുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അവസാനം ഇതിന് ഉത്തരം മുത്തച്ഛൻ പറഞ്ഞതും പറ എന്ന് തന്നെയാണ്. ശരിക്കും പറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അളവ് ഉപകരണമാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഉത്തരം. കടങ്കഥയുടെ ഉത്തരം അതാണ്. ഇത് കേട്ടപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷവും ആഹ്ലാദവും ഒക്കെ ആയി. അങ്ങനെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഉയർന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവില്ല, ഹൈ പീക്ക് ലെവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ക്ഷ പിടിക്കുക എന്ന് പറയുന്നത്. ഇനി 11th ക്വസ്റ്റ്യൻ ആണ്. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. നീർനാഗം എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എഴുതൂ. ബഷീറിൻ്റെ ബാപ്പയുടെ കഥാപാത്ര നിരൂപണം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിലുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ്, കഥാപാത്ര നിരൂപണത്തിൽ വരുന്നതാണ് ബഷീറിൻ്റെ ബാപ്പ. നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. നോക്കൂ, ആദ്യത്തെ സെൻറ്റൻസ് വേണ്ട, രണ്ടാമത്തെ സെൻറ്റൻസ് തൊട്ട് തുടങ്ങാം. ബഷീറിൻ്റെ ബാപ്പയ്ക്ക് ഒരാളുടെ തെറ്റും സഹിക്കാനാവില്ല. അത് ഉടൻ തിരുത്തണമെന്ന് നിർബന്ധമുള്ള വ്യക്തിയാണ്. അടുത്ത വീട്ടിൽ ചങ്ങാതിമാരോടൊത്തിരിക്കുന്ന ബഷീറിനെ അലർച്ചയോടെയാണ് ബാപ്പ വിളിച്ചു വരുത്തുന്നത്. അതേസമയം സ്നേഹമുള്ള പിതാവുമാണ്. മക്കളുടെ തെറ്റ് കണ്ടില്ലെന്നടിക്കുന്നത് സ്നേഹമുള്ള പിതാവിൻ്റെ ലക്ഷണമല്ല. ബഷീറിനെ കൊണ്ട് നീർനാഗത്തെ തോട്ടിൽ വിടിയിക്കുന്ന രംഗം മതി അതിന് ഉദാഹരണമായി. ഒപ്പം ബഷീറിൻ്റെ ബാപ്പയുടെ സഹജീവി സ്നേഹം തെളിയുന്നു.
നർമ്മബോധമുള്ള ഒരാളാണ് ബഷീറിൻ്റെ ബാപ്പ. അതുകൊണ്ടാണ് ബഷീറിൻ്റെ ഉമ്മയോട് നീർക്കോലിക്ക് കൂടി മുല കൊടുക്കാൻ പറയുന്നത്. ഇതിലെല്ലാം ഉപരി ഉറച്ച ദൈവസ്നേഹമുള്ള ആളാണ് ബഷീറിൻ്റെ ബാപ്പ. അതുകൊണ്ടാണ് നീർക്കോലിയെ തോട്ടിൽ വിട്ടിട്ട് നിൽക്കുന്ന മകനോട് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ഉപദ്രവിക്കരുത് എന്ന്. അങ്ങനെ ബഷീറിൻ്റെ ബാപ്പയുടെ സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരു സഹജീവി സ്നേഹമുള്ള മനുഷ്യനാണ്, അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള പിതാവാണ്, നല്ല നർമ്മബോധമുള്ള ഒരു മനുഷ്യനാണ്, അതായത് നല്ല കോമഡിയാണ്, ദൈവസ്നേഹമുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ 4 പോയിൻറ്റ്സിനൊപ്പം കിട്ടിയില്ലേ? അദ്ദേഹം നല്ല ക്ഷമയുള്ള നല്ല സ്നേഹമുള്ള പിതാവാണ്, അതുപോലെ തന്നെ കുട്ടികളുടെ തെറ്റ് കണ്ടാൽ അത് കണ്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കത്തില്ല, അതുപോലെ തന്നെ സഹജീവി സ്നേഹമുള്ള ഒരാളാണ്, നർമ്മബോധമുള്ള ഒരാളാണ്, പിന്നെ അദ്ദേഹം ദൈവസ്നേഹം കൂടി ഉറച്ച ദൈവവിശ്വാസമുള്ള ഒരാളാണ്. ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്ത കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. താഴെ കൊടുത്ത വരികൾക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കവിതയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു തൈ നടാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്ന് നടന്നു. നമുക്ക് ഒരു തൈ നടാം എന്ന് പറയുന്ന ഒരു കവിതാ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. എക്സാമിന് പലപ്പോഴും അങ്ങനെയാണ്, നമുക്കറിയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള കവിതകൾ തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ മറ്റൊരു കവിതയായിരിക്കും, പക്ഷെ നമ്മൾ അതിന് ആസ്വാദനക്കുറിപ്പ് എഴുതിയിരിക്കണം. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വളരെ വളരെ എളുപ്പമാണ്. ആസ്വാദനക്കുറിപ്പിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തലക്കെട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് അതിൽ കവിതയെയും കവിയേനും കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, കവിതയും അത് എഴുതിയ കവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലൈൻ അത് തന്നെയായിരിക്കണം. നിങ്ങൾ എഴുതണം, ആരാണോ കവി അവരെഴുതിയ മനോഹരമായ കവിതയാണ് ഇത്. ഇപ്പോൾ ഒരു തൈ നടാം എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് സുഗതകുമാരി ടീച്ചറാണ്. സുഗതകുമാരിയുടെ വളരെ പ്രശസ്തമായ കവിതയാണ് ഒരു തൈ നടാം. ശേഷം അതിലെന്തിനെക്കുറിച്ചാണ്? ഒരു തൈ നടാം എന്ന ഈ കവിതയിൽ പറയുന്നത് ഇന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഇതാണ്, ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം ഒരു കവിതയെക്കുറിച്ച്. ആ കവിത നിങ്ങൾ എങ്ങനെയെല്ലാം ആസ്വാദനപ്പെടുത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതാവുന്നതാണ്. വളരെ ലളിതമായ ഭാഷയിൽ രചിച്ചിട്ടുള്ള കവിതയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഓക്കെ. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം പ്രചോദനമാകുന്ന ഒരു കവിതയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വാക്കുകൾ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, തലക്കെട്ട് ഒരു തൈ നടാം. നമ്മുടെ മാതൃഭൂമിയായ അമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു തൈ നട്ട് പരിപാലിക്കാം. നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം. 100 കിളികൾക്ക് കൂടുകൂട്ടി വസിക്കാൻ നമുക്കൊരു തൈ നടാം. നല്ല നാളേക്ക് വേണ്ടി നമുക്കൊരു തൈ നടാം. ഞാൻ പ്രാണവായുവിനും മഴ സമൃദ്ധമായി പെയ്യാനും ഒരു തൈ നടുന്നു. തൊഴുതു നടുകയാണ് ഞാൻ. അഴകിനു വേണ്ടി തണലിനു വേണ്ടി തേൻ പഴങ്ങൾക്ക് വേണ്ടി ഈ മണ്ണിൽ ഞാൻ 100 തൈകൾ നടുന്നു. മരം നമുക്കൊരു വരമാണെന്ന് കവിത പഠിപ്പിക്കുന്നു. ഇങ്ങനെ ചെറിയൊരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇതിലിപ്പോൾ നമ്മൾ ആ കവിത വായിച്ചിട്ടുണ്ട്, മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം നമ്മൾ അവസാനം എന്ത് പറഞ്ഞു? മരം നമുക്കൊരു വരം എന്നുള്ള ആ ഒരു മൂല്യവത്തായിട്ടുള്ള സന്ദേശം നൽകുകയാണ് ഈ കവിതയിലൂടെ. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ആസ്വാദനക്കുറിപ്പൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? കവിത 2-3 തവണ വായിക്കുക. ഈ കവിത നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ എക്സാമിന് തരുന്ന കവിത നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ 1-2 തവണയൊക്കെ വായിക്കേണ്ടതായിട്ട് വരും. വായിച്ച് സമയമെടുത്ത് നല്ലൊരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇനി ബി ചോദ്യം നോക്കൂ. ഈ വരികൾ എഴുതിയതാര്? വരികൾ എഴുതിയതാരാണ്? സുഗതകുമാരിയാണ്. നമുക്കറിയാം സുഗതകുമാരി ഒരു പരിസ്ഥിതി പ്രവർത്തകയും കൂടിയാണ്. 13ാമത്തെ ചോദ്യം നോക്കാം. വായുവില്ലാത്ത ലോകം എന്ന കവിതാ ഭാഗത്തിന് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. വായുവില്ലാത്ത ലോകം എന്നുള്ള കവിത നമ്മൾ പരിചയപ്പെട്ടു, കുഞ്ചൻ നമ്പ്യാരുടേതാണ്. അതിന് നമ്മളോട് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം.
അസാമാന്യമായ രചന കൗശലമുള്ള ഒരു കവിതാ ഭാഗമാണ് വായുവില്ലാത്ത ലോകം. സൂക്ഷ്മമായ സ്വഭാവ വർണ്ണനയാണ് എല്ലാം. അതോടൊപ്പം എല്ലാ വരികളും വാഗ്മയ ചിത്രങ്ങളാണ്. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ആവർത്തനം കൊണ്ടാണ് ഈ ചിത്രങ്ങൾ പൂർത്തിയാകുന്നത്. ഫലിതവും പരിഹാസവും വായിക്കാൻ സുഖം തരുന്നു. വായു ഇല്ലാതായതോടെ ജനങ്ങളുടെ അവസ്ഥ കണ്ടാണ് കവിക്ക് വിസ്മയമുണ്ടായത്. നമ്മൾ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഈ കവിത എങ്ങനെയുള്ള കവിതയാണ് അല്ലേ, കവിതയിൽ എങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്, നല്ല ഫലിതം നിറഞ്ഞ പ്രയോഗമാണ്, അങ്ങനെയൊക്കെ കവിതനെയാണ് നമ്മൾ വർണ്ണിച്ചത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ കവിതയിലുള്ള ഉള്ളടക്കത്തിലേക്ക് പോകുന്നത്. വായു ഇല്ലാതായതോടെ ജനങ്ങളുടെ അവസ്ഥ കണ്ടാണ് കവിക്ക് വിസ്മയമുണ്ടായത്. മുണ്ടുടുക്കുന്നവർ അങ്ങനെ നിൽക്കുന്നു, ചോറുണ്ണുന്നവൻ വായും പിളർന്നിരിക്കുന്നു, മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിൽ മദ്ദളമിട്ട് നിൽക്കുന്നു, കൊമ്പ് വിളിക്കുന്നവൻ കുഴൽ വായിൽ വെച്ച് നിൽക്കുന്നു, എണ്ണ തേക്കുന്നവൻ തേച്ചു നിൽക്കുന്നു, പാട്ടുപാടുന്നവൻ ചെവിക്കൽ കയ്യും വെച്ചിരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവൻ അങ്ങനെ കിടക്കുന്നു. ഇതെല്ലാം കണ്ട് കവി അതിശയിക്കുന്നു. ഇതാണ് നമ്മുടെ കവിതയിൽ പറയുന്ന കാര്യം. വായു ഇല്ലാതായാലുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. ഇനി 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. കടുത്ത വേനലിന് ശേഷം പെയ്ത മഴ കാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിൽ കണ്ടുവല്ലോ. വേനൽ ചൂടിൽ കരിണ്ടുണങ്ങിയ കാടിന് മഴ പുതുജീവനാണ് നൽകിയത്. ഇതുപോലെ കടുത്ത വേനലിന് ശേഷം ആദ്യമായി എത്തിയ മഴയോട് നിങ്ങൾ എന്തെല്ലാമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പുതുമഴയും നിങ്ങളും തമ്മിൽ നടത്തുന്ന സംഭാഷണം തയ്യാറാക്കുക. പുതുമഴയും, അതായത് വേനൽ ചൂടിനൊക്കെ ശേഷം പെയ്ത മഴയുണ്ടാവില്ല, ആ പുതുമഴയും നമ്മളും തമ്മിൽ നടത്തിയ സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. ഞാൻ പറയും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു? വേനൽ ചൂടിൽ ഞങ്ങൾ ആകെ വലഞ്ഞു. മഴ പറയും, എനിക്കിങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ലല്ലോ. ഓരോന്നിനും ഓരോ സമയമില്ലേ, ഓരോന്നിനും ഓരോ കാലമില്ലേ എന്നാണ്. ആ കാലം ഇപ്പുറത്തെ ഇപ്പോൾ എഴുതിയത്. അത് നിങ്ങളുടെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത്, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മഴ പറയാണ്, ഭയങ്കരമായ ചൂടിന് കാരണം നിങ്ങൾ മനുഷ്യർ തന്നെയാണ്. നിങ്ങളല്ല പ്രകൃതിയെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത്. മഴ നമ്മളൊന്ന് എന്താ പറയുക, വിരട്ടുക അല്ലേ. അപ്പോൾ ഞാൻ പറയും, അതെനിക്കറിയാം, എങ്കിലും വലിയ ചൂടിൽ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ നിന്നെക്കുറിച്ച് ഓർത്തു. കുളിരുമായി നീ ഓടിയെത്തിയെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. മഴ, അതല്ലേ ഞാൻ ഓടിയെത്തിയത്. ഇനിയിപ്പോൾ ചൂടിനൊക്കെ ആശ്വാസമാകും. ഞാൻ പറയും, അതെ, നീ എത്തിയപ്പോൾ തന്നെ ആശ്വാസമായി. മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും ചെടികൾക്കുമൊക്കെ നിന്റെ വരവ് പുതുജീവനാണ് നൽകിയത്. മഴ, നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംഭാഷണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി 15ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. കൂട്ടിലടയ്ക്കപ്പെട്ടതിൽ വളരെയധികം ദുഃഖിക്കുകയും ഒടുവിൽ ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്ത വാനമ്പാടിയെ ഡേസി ചെടി എന്ന കഥയിൽ നാം കണ്ടു അല്ലേ. വെള്ളം കിട്ടാതെ വളരെയധികം ദുഃഖിച്ചുകൊണ്ടാണ് നമ്മുടെ വാനമ്പാടി മരിച്ചിട്ടുണ്ടായിരുന്നത്. കഥയിൽ വാനമ്പാടിയുടെ ജീവിതവും താഴെ തന്നിരിക്കുന്ന കവിതാശകലവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വാനമ്പാടിയുടെ ജീവിതം, അതുപോലെ തന്നെ ഇവിടെ ഒരു കവിതയുടെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. ബാലാമണി അമ്മയുടെ ഒരു കവിതയുടെ ചെറിയ ഭാഗം. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്ന് നടക്കട്ടെ. ഈ ഒരു കവിതാ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാലാമണിയമ്മയുടെ ആ കവിതാശകലം ഒന്നും കൂടി നോക്കൂ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, എന്നെ കൂട്ടിൽ നിന്ന് വിട്ടയക്കുക. എന്തിനാണ്? ഞാനൊട്ട് വാനിൽ പറന്ന് നടക്കട്ടെ, ഞാൻ ആകാശത്ത് പറന്നൊന്ന് നടക്കട്ടെ. നമുക്ക് നോക്കാം, വിശകലന കുറിപ്പ് നമുക്ക് നോക്കാം. ഡേസി ചെടി എന്ന കഥയിലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചും പാട്ടുപാടിയും നീലാകാശത്തിൽ സന്തോഷത്തോടെ പറന്ന് നടന്നിരുന്ന പക്ഷിയായിരുന്നു വാനമ്പാടി എന്ന് പറയുന്ന പക്ഷി. കഥയിലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചും പാട്ടുപാടിയും നീലാകാശത്തിൽ സന്തോഷത്തോടെ പറന്നു നടന്നിരുന്ന പക്ഷിയായിരുന്നു. എന്നാൽ കൂട്ടിലടയ്ക്കപ്പെട്ടതോടെ അതിൻ്റെ സന്തോഷമെല്ലാം ഇല്ലാതായി. അത് തനിക്ക് നഷ്ടമായ ആഹ്ലാദത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചോർത്ത് വിലപിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെയാണ് തൻ്റെ അവസ്ഥയിൽ സങ്കടപ്പെട്ടും ആ പക്ഷി ഹൃദയം പൊട്ട് മരിച്ചു. ഈ വാനമ്പാടിയെ പോലെ തന്നെയാണ് എല്ലാ പക്ഷികളും. വിശാലമായ ആകാശത്ത് പാറി പറന്ന് നടക്കുന്നതാണ് അവയ്ക്കിഷ്ടം. കൂട്ടിലടയ്ക്കപ്പെടുന്നത് അവയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമാണ്. സ്വാതന്ത്ര്യത്തോടെ പറന്ന് നടക്കുന്ന കിളികളെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ മനുഷ്യർക്ക് യാതൊരു അവകാശവുമില്ല.
അവയ്ക്ക് ഈ ഭൂമിയിൽ തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ അവകാശമുണ്ട്. ഇങ്ങനെ നമുക്ക് വിശകലനക്കുറിപ്പ് എഴുതാവുന്നതാണ്. ഈ ഒരു ചോദ്യം നോക്കൂ. വായുവില്ലാത്ത ലോകം എന്നുള്ള പാഠഭാഗം നമ്മൾ വായിച്ചല്ലോ. അതിൽ വായുവില്ലാത്ത ലോകം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ആ ഒരു പാഠഭാഗത്തിന് വായുവില്ലാത്ത ലോകം എന്നുള്ള ശീർഷകം തലക്കെട്ട് നൽകിയത് എത്രത്തോളം ഉചിതമാണ് എന്നുള്ളത് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് ഭൂമിയിൽ വായുവില്ലാതെയായാൽ എന്തെല്ലാം സംഭവിക്കുമെന്നാണ് കവി വിവരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യർ ഓരോ കർമ്മങ്ങൾ ചെയ്യുകയായിരിക്കും. ആ സമയത്ത് മാരുതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായു നിന്നു പോയാൽ എന്തായിരിക്കുമെന്നാണ് കവി വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠഭാഗത്തിന് വളരെ ഉചിതമായിട്ടുള്ള ശീർഷകമാണ് വായുവില്ലാത്ത ലോകം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബഷീറിൻ്റെ ബാപ്പയുടെ മറ്റൊരു കഥാപാത്ര നിരൂപണം ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബഷീറിൻ്റെ ബാപ്പയുടെ കുറച്ച് സവിശേഷതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 സവിശേഷതകൾ പ്രധാനമായിട്ടും പറഞ്ഞു അല്ലേ. നല്ല സ്നേഹമുള്ള പിതാവാണ്, അതുപോലെ തന്നെ നല്ല ഭക്തിയുള്ള ഉറച്ച വിശ്വാസമുള്ള ദൈവവിശ്വാസമുള്ള ആളാണ്, നർമ്മബോധമുള്ള ഒരാളാണ്, സഹജീവി സ്നേഹമുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ബഷീറിൻ്റെ ബാപ്പയുടെ മറ്റൊരു കഥാപാത്ര നിരൂപണമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പും ഉപന്യാസവും തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരു തലക്കെട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇവിടെ കൊടുത്ത തലക്കെട്ടാണ് ബഷീറിൻ്റെ ബാപ്പ തികഞ്ഞ സഹജീവി സ്നേഹി. അതാണ് നമ്മുടെ തലക്കെട്ട്. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. വളരെ നല്ല സ്വഭാവ സവിശേഷതകൾക്ക് ഉടമയാണ് അദ്ദേഹം. തടിക്കച്ചവടക്കാരനായ അദ്ദേഹം വളരെയധികം ചിട്ടയോടെ ജീവിക്കുന്നവനാണ്. സ്നേഹസമ്പന്നനായ പിതാവായിരിക്കുമ്പോഴും മക്കളുടെ തെറ്റുകളെ അദ്ദേഹം ഉടൻ തന്നെ തിരുത്താൻ സന്നദ്ധ കാണിക്കുന്നുമുണ്ട്. ഉച്ച നമസ്കാരത്തിന് വീട്ടിലെത്തി ബാപ്പ നിസ്കാരം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ബഷീർ പിടിച്ചുകൊണ്ടുവന്ന നീർക്കോലി മുന്നിൽ വന്ന് വീണത്. പക്ഷേ അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം എത്രത്തോളം വലുതായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അദ്ദേഹം നീർക്കോലിയെ കണ്ട് ഭയപ്പെട്ടിട്ടൊന്നുമില്ല. അയാൾ നിസ്കാരം പൂർത്തിയാക്കി. ബഷീറാണ് നീർക്കോലിയെ പിടിച്ചു കൊണ്ടുവന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ബഷീറിനെ വിളിപ്പിക്കുന്നു. നീർക്കോലിയെ ചൂണ്ടി അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നീർനാഗം എന്ന ബഷീറിൻ്റെ മറുപടി അദ്ദേഹത്തിൽ ചിരിയാണ് ഉണർത്തിയത്. ബഷീറിൻ്റെ ഉമ്മയോട് അതേപ്പറ്റി പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നുമുണ്ട്. ബഷീറിൻ്റെ ബാപ്പയുടെ നർമ്മബോധമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നീർക്കോലിയെ പിടിച്ചു കൊണ്ടുവന്നതിന് അദ്ദേഹം ബഷീറിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം ബഷീറിനെ കൂട്ടി തോട്ടിൻ്റെ അടുത്തു ചെന്ന് ആ നീർനാഗത്തെ മോചിപ്പിക്കുന്നു. ഒപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന് ബഷീറിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സഹജീവി സ്നേഹത്തിന് തെളിവാണ്. പിൽക്കാലത്ത് എല്ലാ ജീവികളെയും ഭൂമിയുടെ അവകാശികളായി കണ്ടവനാണ് ബഷീർ. ഈ മനോഭാവം ബഷീറിന് രൂപപ്പെട്ടത് ബാപ്പയുടെ സ്വാധീനം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മൾ ഇതിന് മുൻപൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഓരോ നീർനാഗം, കടങ്കഥ, അതുപോലെ തന്നെ വായുവില്ലാത്ത ലോകം, ഇതിലൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടി ഒന്ന് പോയി കാണാൻ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അവരോടൊക്കെ ഇത് വന്ന് കാണാനായിട്ട് പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓണാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്